നിങ്ങളോർക്കും ഞാനെന്താ ചെയ്യണേന്ന് വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു വൃത്തിയാക്കൽ ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല, നമ്മൾ വിഷു സ്പെഷ്യലായിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകണം. കുറച്ച് ലേറ്റായി പോയി എനിക്കറിയാം, എന്നാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നമ്മൾ A4 സൈസ് പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും വരയിടാത്ത പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് വിഷറി മടക്കണ പോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് എൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ്, ഇത് ആരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അറ്റത്ത് സ്റ്റാപ്ലർ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ കളർ അടിക്കേണ്ടതായിരുന്നു ഇതിൻ്റെ അറ്റത്ത്, പക്ഷേ എൻ്റെ തലയിൽ അത് ഉദിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കളർ അടിച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയം എടുത്തു. നിങ്ങൾ അങ്ങനെ കളർ അടിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞ രീതിയിൽ കളർ അടിച്ച് സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാനോ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ആൻഡ് അവസാനം നമ്മൾ കുറച്ച് പേപ്പറിൽ നിന്ന് എടുത്ത് ന്യൂസ് പേപ്പറിൽ നിന്ന് എടുത്ത് കട്ടിങ്സും കൂടെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാട്ടോ.